ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ചെറിയ പ്രോബ്ലത്തെ കുറിച്ച് നവീൻ എന്നോട് പറഞ്ഞു. ഐ തിങ്ക് ഇറ്റ്സ് വെരി നോർമൽ. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൂടിക്കൊഴിഞ്ഞ് നടക്കുന്ന തറവാടുകളിൽ ചിലപ്പോഴൊക്കെ ചിലർക്ക് ഇതുപോലുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവും. തോന്നലല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. ഓരോ വാക്കുകളിലും അവൾ എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നു സിനി. കഥകളിലൊക്കെ വായിക്കാൻ മാത്രമേ പറ്റൂ. ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളെ അവൾക്ക് വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. വരട്ടെ. തുറന്നു നോക്ക്. ഇത് വെറും ഒരു ഗിഫ്റ്റ് അല്ല, എന്റെ ഹൃദയം തന്നെയാ. സൂക്ഷിച്ചു വെക്കണം കേട്ടോ. എന്താലോചിച്ചിരിക്കുക, ഇത് കുടിച്ച്. ആഹാ, നല്ല രസമുണ്ടല്ലോ. ഇതെവിടുന്നാ? നവീൻ തന്നതാ. എപ്പോ? ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോ അവസാനമായിട്ട് ഞങ്ങൾ അടുത്ത് കണ്ടപ്പോ. ഇത് വെറും ഒരു ഗിഫ്റ്റ് അല്ല, നവീന്റെ ഹൃദയം തന്നെയാ. അങ്ങനെ പറഞ്ഞു തന്നെയാ തന്നത്. അപ്പോ ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്ത് പ്രതീക്ഷ? നവീൻ കൃഷ്ണയെ തേടി വരുമെന്നുള്ള പ്രതീക്ഷ. സ്വപ്നം കാണുമ്പോഴേ രാത്രി കാണുന്നതാ നല്ലത്. പകൽ വെട്ടത്തില് ഒരു രസം ഉണ്ടാവില്ല. എന്നെ കളിയാക്കൊന്നും വേണ്ട. ഇതെന്താ നടന്നേ? നവീനും ഗാഥയും തമ്മില് ഒരിക്കലും ചേരില്ല. നവീൻ ഗാഥയാണ് ആദ്യം കണ്ടേന്നുള്ളത് സത്യം. പക്ഷെ അറിഞ്ഞതും ഇഷ്ടപ്പെട്ടതും ഒക്കെ കൃഷ്ണയുടെ സ്വഭാവമല്ലേ, കൃഷ്ണയുടെ പെരുമാറ്റമല്ലേ. അതിന് നവീന്റെ മുന്നില് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരാളില്ലല്ലോ. എല്ലാം ഗാഥയല്ലേ. അങ്ങനെയൊക്കെ ചിന്തിച്ചാ ഒരെത്തും പിടിയും കിട്ടില്ല മോളെ. പക്ഷേ സുനന്ദേച്ചിയുടെ വാക്ക് മോൾ എഴുതി വെച്ചോ. നവീന്റെ സ്നേഹം നിന്നിലേക്കുള്ളത് തന്നെയാ. എത്ര കാലം താമസിച്ചാലും അത് നടക്കും. വലുത് അടുപ്പത്തിട്ടുണ്ടോ? അത് കരിയണ്ട, ചെന്ന് നോക്കൂ. അധികം വൈകാതെ ഈ കാര്യത്തിനൊരു ഉത്തരം ഞാൻ കൊണ്ടുവന്നു തരാം. എവിടുന്ന്? ഞാനിപ്പോ സിത്താര മാഡത്തിന്റെ വീട്ടിൽ എന്തിനാ പോകുന്നെന്നാ വിചാരിച്ചിരിക്കുന്നെ? ജോലിയെടുത്ത് കാശ് വാങ്ങിക്കാനാ? അല്ലാണ്ട് പിന്നെ? സത്യം പറഞ്ഞ അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാ പോകുന്നെ. ഒരു ചാരപ്പണിന്നൊക്കെ പറയാം. അവിടുന്ന് എനിക്ക് കുറച്ച് സൂചനകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ വന്ന് കൃത്യമായിട്ട് പറയാം. സുനന്ദേച്ചി, വെറുതെ അപകടത്തിനൊന്നും പോയി നിക്കണ്ടാട്ടോ. എന്നോടിപ്പോ കുറച്ച് സ്നേഹത്തിലൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും സിത്താര മേഡം കുറച്ച് കുഴപ്പം പിടിച്ച ആളാ. ഓ, അവര് കുഴപ്പം പിടിച്ചാണെങ്കിൽ അവർക്ക് കൊള്ളാം. ഞാൻ അന്വേഷിക്കേണ്ടത് ഞാൻ അന്വേഷിക്കും. നീ സ്വപ്നം കണ്ടോ കൊച്ചെ? നടക്കാനുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുന്നോണ്ട് എന്താ കുഴപ്പം? സുനന്ദേച്ചി പറയും പോലെ നവീൻ എന്നെ തേടി വരണമെങ്കിൽ നവീനും ഗാഥയും തമ്മില് അകലണ്ടേ? അയ്യോ ഈശ്വര, എന്നെ ചൊല്ലി ആരും അകലെയും വേണ്ട, വേദനിക്കുകയും വേണ്ട. കഥ ഈ വണ്ടിക്കകത്ത് എന്റെ കൂടെ ഇരിക്കുമ്പോ
ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായെങ്കിലും ഒന്നിച്ചുള്ള ജീവിതത്തിലേക്ക് നമ്മളെത്തിയ യഥാർത്ഥ മുഹൂർത്തം ഇത്. ആ നല്ല നിമിഷങ്ങളെ ഇങ്ങനെ വെറുതെ കളയണം. ഇത് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല, അത് ഓർത്തോണം. നവീൻ, എല്ലാ ആഗ്രഹങ്ങളും എന്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ നശിച്ച പാമ്പ് എന്നെ വിടാതെ പിന്തുടരുക. എനിക്ക് ഒരു സമാധാനവുമില്ല. എടോ, എല്ലാം തോന്നലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഏ, ഞാൻ കണ്ടതൊക്കെ തോന്നലാണെന്ന് പറഞ്ഞാ എനിക്കെന്താ ഭ്രാന്താണോ? ഏയ്, എന്തോടെ ഈ പറയുന്നേ? ഹാ, അതൊക്കെ പോട്ടെ. എന്നിപ്പോ എവിടേക്കാ കൊണ്ടുപോകുന്നേ? തന്നെ ഒരിടത്തേക്കും കൊണ്ടുപോകുന്നില്ല. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് പോകുന്നു, അങ്ങനെ പറഞ്ഞാൽ മതി. എന്ത്? അതാ ഞാൻ ചോദിക്കുന്നത്, എവിടേക്കാ? അതെ, നമ്മുടെ ജീവിതത്തിലെ സ്വപ്നസുന്ദരമായ നിമിഷങ്ങൾ ഇങ്ങനെ ഇല്ലാതായി പോകുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതിന് കാരണം എന്താ? തന്റെ ഈ പേടി. ആ പേടി മാറാനുള്ള ഒരു സ്ഥലത്തേക്കാ തന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. എന്നാലും എവിടേക്കാണെന്ന് പറഞ്ഞാലെന്താ? എടോ, തനിക്കെന്നെ വിശ്വാസമില്ലേ? ഈ പോകുന്ന സ്ഥലത്തുനിന്ന് തനിക്ക് ആ പേടി എന്നേക്കുമായി മാറും. എന്റെ പേടി മാറുകയാണെങ്കിൽ ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാം. ഓക്കെ, അത്രയും സമ്മതിച്ചല്ലോ. എടോ, തന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കാര്യത്തിലും പെട്ടെന്ന് തളർന്നു പോകാത്ത ആളാണെന്നാ. സർപ്പബലി ദിവസം മരണം തൊട്ടു മുന്നിൽ നിന്നിട്ട് പോലും ഒട്ടും കുലുങ്ങാതിരുന്നവളാ താൻ. എന്നിട്ടിപ്പോ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ നവീൻ? ഓക്കെ, നമ്മൾ എത്താറായി. അവിടെ ചെന്ന് മനസ്സെല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ പ്ലാനിങ് ഇല്ലേ, അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണം. അതെന്തിനാ? ഓരോന്നോരോന്നായിട്ട് നമുക്ക് നടത്താൻ. ഞാൻ തന്റെ കൂടെ ഉണ്ടോ, പിന്നെന്താ? ഗുഡ് മോർണിംഗ് നവീൻ. ഗുഡ് മോർണിംഗ് ഗാഥ. പ്ലീസ് വാ. ഗാഥ, ഞങ്ങൾ കോളേജ് മേറ്റ്സാ. രണ്ടാളും രണ്ട് പ്രൊഫഷനിലേക്ക് തിരിഞ്ഞ ശേഷം ഇടയ്ക്കൊക്കെ വിളിക്കും. പക്ഷേ വിവാഹത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ വിദേശത്തായിരുന്നു. ആർ യു ഓക്കെ? യാ. ഒരു ചെറിയ പ്രോബ്ലത്തെ കുറിച്ച് നവീൻ എന്നോട് പറഞ്ഞു. ഐ തിങ്ക് ഇറ്റ്സ് വെരി നോർമൽ. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൂടിക്കൊഴിഞ്ഞ് നടക്കുന്ന തറവാടുകളിൽ ചിലപ്പോഴൊക്കെ ചിലർക്ക് ഇതുപോലുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവും. തോന്നലല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. കഥ Krishna